ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം മെയ് 6 നടക്കും. പൂരത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, ഈ വെടിക്കെട്ടിന്റെയും ആന എഴുന്നള്ളത്തിന്റെയും എല്ലാം ഒരു മാനദണ്ഡങ്ങളുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പൂരത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷത്തെ പൂരം ഏറെ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൂരത്തിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് അടിയന്തര യോഗമാണ് ഇന്ന് തൃശൂരിൽ ചേർന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയാണ് ഇന്ന് യോഗത്തിന് എത്തിച്ചേർന്നത്. മന്ത്രിമാരായ VN വാസവൻ, K രാജൻ, അതുപോലെ തന്നെ ബിന്ദു മിനിസ്റ്റർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ ജില്ലാ കളക്ടർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ഇരു വിഭാഗങ്ങളും, അതായത് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളും യോഗത്തിൽ പങ്കുചേർന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നതാണ്. ഈ വരുന്ന മെയ് 6 പൂരം നടക്കുകയെന്നും അതുപോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് മെയ് 4 എന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും പോലീസ് വിഭാഗത്തിൽ നിന്നും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് തൃശൂരിലെ വാർത്താ സമ്മേളനത്തിൽ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രി അറിയിച്ചത്. എന്തായാലും വെടിക്കെട്ടിനെ സംബന്ധിച്ചുള്ള കേന്ദ്ര നിയമങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ ചർച്ച നടത്തുന്നതിന് വേണ്ടി മറ്റൊരു യോഗവും അടിയന്തരമായി ചേരുമെന്നും വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ശരി, മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനങ്ങൾ അറിയിച്ചത്. തൃശൂരിൽ നിന്നും ഭരിത പ്രതാപാണ് വിശദാംശങ്ങൾ നൽകിയത്.